ഹായ്, സ്ട്രോക്കിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എൻ്റെ കരിയറിൻ്റെ ബിഗിനിങ്ങിൽ ഒരു സ്ട്രോക്ക് പേഷ്യൻസിന് സ്പീച്ച് തെറപ്പി എടുത്തത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം അദ്ദേഹം ഒരു സ്കൂളിൽ ഒരു പ്യൂണായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന, ഒരു ക്ലർക്കായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. നാട്ടിലെ ഫുട്ബോൾ ടൂർണമെൻറ്റ്, മറ്റ് സ്പോർട്സ് ഇവൻറ്റുകളിലൊക്കെ അനൗൺസറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന കൂടി ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാഷനും കൂടിയായിരുന്നു അത്. പെട്ടെന്നൊരു ദിവസം സ്ട്രോക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരത്തിന് ക്ലാരിറ്റി ഇല്ലാതായി, ഒരു സൈഡ് തളർന്നുപോയി. പക്ഷേ തളരാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഡോക്ടർ അഡ്വൈസ് ചെയ്ത എല്ലാ മെഡിക്കൽ അഡ്വൈസും ഫോളോ ചെയ്തു, സ്പീച്ച് തെറാപ്പി അറ്റൻഡ് ചെയ്തു. ഞാൻ പറയുന്ന എല്ലാ എക്സസൈസും ആക്ടിവിറ്റീസും വളരെ കൃത്യതയോടുകൂടി തന്നെ അദ്ദേഹം ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. പഴയ കാര്യങ്ങളൊക്കെയും ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ന് നമ്മുടെ ടോപ്പിക് സ്ട്രോക്ക് ആണ്. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് സ്ട്രോക്ക് വരുന്നത്, അതുപോലെ എന്തിനാണ് സ്ട്രോക്ക് വന്ന പേഷ്യൻസിന് സ്പീച്ച് തെറാപ്പി കൊടുക്കുന്നത്. അതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ഓൺലൈൻ സ്പീച്ച് തെറാപ്പി സ്ട്രോക്ക് പേഷ്യൻസിന് യൂസ്ഫുൾ ആണോ എന്നുള്ളത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സ്ട്രോക്ക് എന്നാൽ പക്ഷാഘാതം. സ്ട്രോക്ക് രണ്ട് ടൈപ്പ് ആണുള്ളത്. ഒന്ന് ഇഷ്കീമിക് സ്ട്രോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുകയോ അല്ലെങ്കിൽ ബ്ലോക്ക് ആയി പോവുകയോ ചെയ്യുന്ന സമയത്ത് ബ്രെയിനിന്റെ സെൽസിന് ഓക്സിജൻ കിട്ടാതെ വരികയും സെൽസ് നശിച്ചു പോവുകയും ചെയ്യുന്നതാണ് ഇഷ്കീമിക് സ്ട്രോക്ക്. രണ്ടാമത്തേതാണ് ഹെമറാജിക് സ്ട്രോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലെ ഏതെങ്കിലും ബ്ലഡ് സെൽസിന് ലീക്ക് സംഭവിക്കുകയോ അല്ലെങ്കിൽ പൊട്ടുകയോ ചെയ്യുന്നത് മൂലം ഉണ്ടാവുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും, നമ്മുടെ തലച്ചോറിൽ പ്രഷർ കൂടും, അതുവഴി ബ്രെയിൻ സെൽസിന് ഡാമേജ് ഉണ്ടാകും, അങ്ങനെ സ്ട്രോക്ക് സംഭവിക്കുന്നു. സ്ട്രോക്ക് വന്ന ഒരാൾക്ക് എമർജൻസി ഹെൽപ്പ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഒരു സ്ട്രോക്കിന്റെ ആഫ്റ്റർ എഫക്ട്സിന്റെ സിവിയറിറ്റി കുറക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ സ്ട്രോക്ക് വന്നതിന് ശേഷമുള്ള റിക്കവറിയും പ്രോഗ്രസും ഒക്കെ എളുപ്പമായിരിക്കും. ഇനി സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മുഖം, കൈകാലുകൾ ഇവയിലൊക്കെ ഒരു വീക്ക്നെസ് വരും. അത് ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കും. ചില ആൾക്കാർക്ക് റൈറ്റ് സൈഡ് ആയിരിക്കും, ചില ആൾക്കാർക്ക് ലെഫ്റ്റ് സൈഡ് ആയിരിക്കും. അതുപോലെ തന്നെ സംസാരത്തിന്റെ ക്ലാരിറ്റി നഷ്ടപ്പെടുന്നത്, അതുപോലെ തന്നെ ഒരു കണ്ണിന്റെയോ അല്ലെങ്കിൽ ഇരു കണ്ണുകളുടെയോ കാഴ്ച പെട്ടെന്ന് നഷ്ടപ്പെടുന്നത്, നടക്കാനുള്ള ബുദ്ധിമുട്ട്, അതേപോലെ തന്നെ തലകറക്കം, ഭയങ്കര തലവേദന, ഭയങ്കരമായ ഛർദി, ഇതൊക്കെയും സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളായിട്ട് കാണുന്നതാണ്. ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് സ്ട്രോക്ക് വരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹൈ BP, കൊളസ്ട്രോള്, ഷുഗർ, സ്മോക്കിംഗ്, ഇതൊക്കെയും സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂട്ടുന്നുണ്ട്. ഇതൊക്കെയും റിസ്ക് ഫാക്ടേഴ്സ് ആണ്. സ്ട്രോക്ക് വന്ന ആൾക്ക് നമ്മൾ നേരത്തെ ലക്ഷണങ്ങളിൽ പറഞ്ഞതുപോലെയുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മളോട് മര്യാദക്ക് കൃത്യമായി ക്ലിയർ ആയിട്ട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും, ഓർമ്മക്കുറവുണ്ടാകും, അദ്ദേഹത്തിന്റെ ബിഹേവിയറിൽ, സ്വഭാവങ്ങളിൽ മാറ്റം വന്നേക്കാം. അതോടൊപ്പം തന്നെ ചില ആൾക്കാർക്ക് ഭക്ഷണം ഇറക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകും. ഇനി എന്താണ് ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ റോള്? ഈ സ്ട്രോക്ക് വന്ന ആളുടെ റീഹാബിലിറ്റേഷൻ പ്രോസസ്സിൽ എന്താണ് സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ റോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഒന്ന്, നമ്മൾ ഭക്ഷണം ഇറക്കാനുള്ള മസിൽസിന്റെ സ്ട്രെങ്ത് കൂട്ടാനും ഭക്ഷണം സേഫ് ആയിട്ട് ഇറക്കാനും അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് സ്പീച്ച് തെറാപ്പിസ്റ്റ് ആണ്. ഡിസ്ഫേജിയ തെറപ്പി എന്നാണ് അതിന് പറയുക. ഇനി രണ്ടാമത്തത്, സംസാരം മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഫ്ലുവന്റ് ആയി, അതായത് വ്യക്തതയോടുകൂടി സംസാരിക്കാനുമുള്ള ട്രെയിനിങ് കൊടുക്കുന്നതും അതിന്റെ തെറാപ്പി ചെയ്യുന്നതും സ്പീച്ച് തെറാപ്പിസ്റ്റ് ആണ്. ഇനി മൂന്നാമത്തതാണ്, ചില ആൾക്കാർക്കെങ്കിലും നമ്മളുടെ ഈ ഒരു സ്ട്രോക്കിന്റെ സിവിയറിറ്റിക്ക് അനുസരിച്ചിട്ട് അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്സും അത്രയും ഉണ്ടാവും. അപ്പോൾ ചില ആൾക്കാർക്കെങ്കിലും വേർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുന്ന സമയത്ത് ഒന്നുകിൽ ജസ്റ്റേഴ്സ് അല്ലെങ്കിൽ പിക്ചർ കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ മറ്റ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് പഠിപ്പിച്ചു കൊടുക്കുന്നതും സ്പീച്ച് തെറാപ്പിസ്റ്റ് ആണ്. സ്പീച്ച് ക്ലാരിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് അതിനാവശ്യമായ സ്പീച്ച് മസിൽസിന്റെ സ്ട്രെങ്ത് കൂട്ടുന്നതൊക്കെ ആയിട്ടുള്ള എക്സസൈസും കാര്യങ്ങളും സ്പീച്ച് തെറാപ്പിസ്റ്റ് അഡ്വൈസ് ചെയ്യുന്നതായിരിക്കും. ഇനി ഓവറോൾ കോൺഫിഡൻസ്, ഒരു പേഷ്യന്റിന്, സ്ട്രോക്ക് വന്ന ഒരു പേഷ്യന്റിന് മുന്നോട്ട് ലൈഫിൽ പോകാനുള്ള ഓവറോൾ കോൺഫിഡൻസ് കമ്മ്യൂണിക്കേഷനിലായിക്കോട്ടെ മറ്റു കാര്യങ്ങളിലായിക്കോട്ടെ അത് പ്രൊവൈഡ് ചെയ്യുന്നതും ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഓൺലൈൻ സ്പീച്ച് തെറപ്പി സ്ട്രോക്ക് പേഷ്യൻസിന് യൂസ്ഫുൾ ആണോ എന്നുള്ളത്. തീർച്ചയായും യൂസ്ഫുൾ ആണ്. കാരണം നമുക്ക് വീഡിയോ കോൾ വഴി 1-to-1 ആയിട്ടുള്ള ഒരു തെറപ്പിയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ സ്ട്രോക്ക് വന്നതിന് ശേഷം നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ നടന്ന തെറപ്പിക്കൊക്കെ ആഴ്ചയിൽ 3-4 പ്രാവശ്യമൊക്കെ പോകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ലത് ഓൺലൈൻ സ്പീച്ച് തെറപ്പി ചൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതേപോലെ തന്നെ കെയർ ഗിവേഴ്സിന് ആരാണോ അവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് അവർക്ക് അവരുടെ കൂടെ തന്നെ ഇരുന്ന് തെറപ്പി അറ്റൻഡ് ചെയ്യാനും പറയുന്ന തെറപ്പിസ്റ്റ് കൊടുക്കുന്ന ആക്ടിവിറ്റീസ്, കാര്യങ്ങൾ എല്ലാം തന്നെ കൃത്യമായി മനസ്സിലാക്കാനും ഇതിൽ കൂടി സാധിക്കുന്നു. മറ്റ് ടൈമിൻ്റെതും മറ്റു കാര്യങ്ങളും അതും ഒരു ആഡഡ് ബെനിഫിറ്റ് തന്നെയാണ്. സ്ട്രോക്ക് പേഷ്യൻസിനുള്ള ഓൺലൈൻ തെറപ്പി ബ്രീത്തിങ് റീഹാബിൽ അവൈലബിൾ ആണ്. ആവശ്യമായവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ സ്ട്രോക്ക് വന്ന പേഷ്യൻസിനെ പരിചരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അവരോട് നിങ്ങൾ വളരെയധികം ക്ഷമ കാണിക്കുക, വളരെയധികം വ്യക്തതയോടുകൂടി സ്ലോലി, വളരെ സ്പീഡ് കുറച്ച് മാത്രം അവരോട് സംസാരിക്കുക, അവരുടെ ഒരു ഇമോഷണൽ സ്റ്റാറ്റസ് നിങ്ങൾ മനസ്സിലാക്കുക, പരമാവധി സപ്പോർട്ട് കൊടുക്കുക, നിങ്ങളുടെയും ഓവറോൾ വെൽബീയിങ് നിങ്ങൾ എപ്പോഴും സംരക്ഷിക്കുക.
സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.